നമസ്കാരം. 2008 നവംബർ 26 രാജ്യചരിത്രത്തിലെ കറുത്ത താളുകളായി നിൽക്കുന്ന മുംബൈ ഭീകരാക്രമണം നടന്നിട്ട് 16 വർഷം പിന്നിടുന്നു. മുംബൈയിലെ പ്രൗഢഗംഭീരമായ താജ് ഹോട്ടലിന്റെ മുകൾ നിലകളിൽ നിന്നും തീജ്വാലകളും വെടിയൊച്ചകളും കൂട്ടക്കൊല നടന്ന ഛത്രപതി ശിവജി ടെർമിനലിന്റെ ചിത്രങ്ങളൊന്നും രാജ്യത്തെ ഒരാളുടെയും മനസ്സിൽ നിന്നും അത്ര വേഗം മാഞ്ഞു പോകില്ല. രാജ്യം നേരിട്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൽ 166 ജീവനുകളാണ് ആ ഒരൊറ്റ ദിവസത്തിൽ നഷ്ടമായത്. 300 പേർക്ക് പരിക്കേറ്റിരുന്നു. NST മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന മേധാവി ഹേമന്ത് കർക്കറെ, പോലീസ് അഡീഷണൽ കമ്മീഷണർ അശോക് കാംഠെ, ഏറ്റുമുട്ടൽ വീരൻ വിജയ് സലാസ്കർ എന്നിവർ വീരമൃത്യു വരിച്ച ഉന്നത ഉദ്യോഗസ്ഥരിൽപ്പെടും. കനത്ത പോരാട്ടത്തിനൊടുവിൽ 9 ഭീകരർ കൊല്ലപ്പെട്ടു. 86 കുറ്റങ്ങൾ ചുമത്തപ്പെട്ട അജ്മൽ കസബിനെ 2012 പൂനെ ഏർവാഡ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി. പാകിസ്ഥാനിൽ നിന്ന് ബോട്ടിൽ കടൽ മാർഗം ഗുജറാത്തിലെ പോർബന്ദർ വഴി മുംബൈയിലെത്തി കൊളാബയ്ക്കടുത്ത് കഫ് പരേഡ് തീരത്തുകൂടിയാണ് 10 അംഗ ഭീകര സംഘം നഗരത്തിൽ പ്രവേശിച്ചത്. 2008 നവംബർ 26 രാത്രി 9:30 വിവിധ സംഘങ്ങളായി പിരിഞ്ഞ് അതീവ രഹസ്യമായി ഒരേ സമയം വിവിധ കേന്ദ്രങ്ങളിൽ നുഴഞ്ഞുകയറിയ ഭീകരർ ഛത്രപതി ശിവജി ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ, താജ് ഹോട്ടൽ, ഒബ്രോയി ട്രൈഡന്റ് ഹോട്ടലുകൾ, നരിമാൻ ഹൗസ്, കാമ ഹോസ്പിറ്റൽ, ലിയോപോൾ കഫേ എന്നിവിടങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ടു. AK-47 തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി തുടർച്ചയായി നിറയൊഴിച്ച ഭീകരർക്ക് മുന്നിൽ ഒരു കരുതലും ഇല്ലാതിരുന്ന നഗരത്തിലെ പോലീസ് പകച്ചുപോയിരുന്നു. പിറ്റേന്ന് പുലർച്ചെ ഹരിയാനയിൽ നിന്ന് NST കമാൻഡോകൾ എത്തിയതോടെയാണ് ഇന്ത്യയുടെ തിരിച്ചടി ശക്തമായത്. പിറ്റേന്ന് പുലർച്ചെ 1:30 ഭീകര സംഘത്തിൽ ഉൾപ്പെട്ട അജ്മൽ കസബ് പിടിയിലായി. ഫോട്ടോഗ്രാഫർ സെബാസ്റ്റ്യൻ ഡിസൂസ തന്റെ നിക്കോൺ D200 ക്യാമറയിൽ പകർത്തിയ തുടരെ നിറയൊഴിച്ചുകൊണ്ട് CSTയിലൂടെ നടന്നു നീങ്ങുന്ന കസബിന്റെ ചിത്രം കേസിൽ നിർണായക തെളിവായി മാറി. അജ്മൽ കസബിനെ പിടികൂടാനായതുവഴി ആക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. കസബിന് 2010 മെയ് 6 വിചാരണ കോടതി വിധിച്ച വധശിക്ഷ 2011 ഫെബ്രുവരി 21 ഹൈക്കോടതിയും തുടർന്ന് 2012 ഓഗസ്റ്റ് 29 സുപ്രീം കോടതിയും ശരിവയ്ക്കുകയായിരുന്നു. ദയാഹർജി 2012 നവംബർ 5 രാഷ്ട്രപതി തള്ളിയതോടെ മുംബൈയിലെ ആർത്തർ റോഡ് ജയിലിൽ പാർപ്പിച്ചിരുന്ന കസബിനെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂനെ ഏർവാഡ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. 2012 നവംബർ 21 കസബിനെ തൂക്കിലേറ്റി. മുംബൈയെ കുരുതിക്കളമാക്കിയ ഭീകരാക്രമണത്തിന്റെ ഓർമ്മകൾ ഉണർത്തി പലയിടങ്ങളിലും വെടിയുണ്ടയുടെ പാടുകൾ ഇന്നും അവശേഷിക്കുന്നുണ്ട്.